ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഇന്നാണെങ്കിൽ നമ്മുടെ NOCയും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്കത് നമ്മുടെ DTDC കൊറിയർ ഓഫീസിൽ പോയി എടുക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ MH ബൈക്ക് ഉടനെ തന്നെ നമ്മൾ നെയിം ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നമ്മൾ നോക്കാം. NOC ഇട്ടിട്ടുണ്ട്. ഇനി നാളെ നമുക്ക് വണ്ടി കൊണ്ട് RTOയിൽ കാണിക്കാൻ പോകണം. അപ്പോൾ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം സെറ്റ് ചെയ്യണം. ടയറൊക്കെ ഫുള്ള് സ്റ്റോക്ക് ആക്കണം. കംപ്ലീറ്റ് സ്റ്റോക്ക് ആക്കിയിട്ട് നമുക്ക് RTOയിൽ കൊണ്ടുപോകാൻ ടൈമായി. 12 മണിക്ക് പോകണം. ഓക്കെ, വാ പെടൊക്കെ പിടിച്ചോ ഗൈസ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബൈക്കിനെ TN ആക്കാൻ പോവുകയാണ്. KL ആക്കാൻ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ടാക്സ് പിന്നെ ഏജൻസി വഴിയാണ് മാറുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തൊരു 40,000 സംതിങ് അടുപ്പിച്ചാവും. അതുകൊണ്ട് ഞാൻ എന്തായാലും വേണ്ടെന്ന് വെച്ചാൽ TN ടാക്സും പിന്നെ ഈ ഏജൻസിക്ക് കൊടുക്കേണ്ട എമൗണ്ട് എല്ലാം കൂടെ ചേർത്ത് 20K ആവത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും അതാണ് നമുക്ക് ലാഭം. അതുകൊണ്ട് അതിലോട്ടാണ് മാറ്റാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ നേരെ തമിഴ്നാട് RTOയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ പോയിട്ട് എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അവരെല്ലാം സെറ്റാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി നമുക്ക് കാണാം. ചേസ് നമ്പർ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വണ്ടിയും കൂടെ ഒന്ന് കാണിച്ചാൽ മതി ഗൈസ്. ഇന്ന് അവർ ചേസ് നമ്പറൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും. അടുത്ത് നമുക്ക് വീണ്ടും ഒരു ദിവസം വരേണ്ടവർ അവർ വിളിക്കുന്ന ദിവസം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണ് നമുക്ക് ടാക്സ് ഒക്കെ അടയ്ക്കേണ്ട ദിവസം. അപ്പോൾ ഇന്ന് നമുക്ക് ബൈക്ക് കൊണ്ടൊന്ന് കാണിക്കാൻ പോകണം. അത് കഴിഞ്ഞ് ടാക്സ് അടയ്ക്കണം. അപ്പോൾ എത്ര എമൗണ്ട് ആകുമെന്നൊക്കെ നമുക്ക് പോയിട്ട് നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടാക്സ് അങ്ങനെ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് 2 ദിവസത്തിനകത്ത് വണ്ടി നമ്പർ വരും. അപ്പോഴാണെങ്കിൽ നമ്മൾ നേരെ ഷോറൂമിൽ പോയിട്ട് HSRP അങ്ങനെ എന്തോ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. അത് ഇനി അവിടെ പോയിട്ട് തിരക്കി നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചക്കകത്ത് വണ്ടി പേര് മാറി RT ബുക്ക് കയ്യിൽ കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കുറേ ദിവസം അതിൻ്റെ പുറകെ കിടന്ന് ഓടി എൻ്റെ മെനക്കേടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് അതെന്തായാലും 2 ദിവസത്തിനകത്ത് നമുക്ക് ബാക്കി വീഡിയോ സെറ്റാക്കാം. ഗൈസ്, ഇവിടെ ഷോറൂമിലൊന്ന് തിരക്കിയപ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ 2019 മേളിലോട്ടുള്ള വണ്ടിക്ക് മാത്രമേ HSRP നമ്പർ പ്ലേറ്റ് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ വണ്ടി ഒന്ന് കളർ ചേഞ്ച് ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ഒരു സ്ഥലം വരെ ഒന്ന് പോകണം. അവിടെ ബൈക്ക് കൊടുക്കണം. നമുക്കിനി നേരെ നമ്മുടെ ബൈക്ക് ഒന്ന് പെയിൻറ്റിങ് ചെയ്യാൻ കൊണ്ടുപോയി കൊടുക്കണം. നമ്മൾ വേറൊരു കളർ സ്കീമിൽ ഇറക്കാൻ പോവുകയാണ്. നമ്മളിവിടെ ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി എന്തെങ്കിലും കാണാം. ഒക്കെ ബൈ ഡ്യൂക്ക്, നമ്മുടെ ഡ്യൂക്ക് ഒക്കെ ഇനി ഏതായാലും 1 വീക്ക് കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്നു. ഒരാഴ്ച കഴിഞ്ഞ് കാണാം അല്ലേ? പിടിച്ചോ. നമ്മുടെ വണ്ടി MHന്ന് രജിസ്ട്രേഷൻ മാറിയിട്ടുണ്ട്. പക്ഷേ അതിന് എന്തായാലും ഒരു നമ്പർ പ്ലേറ്റ് കിട്ടിയില്ല. കിട്ടുമ്പം അത് സെറ്റ് ചെയ്യണം. അതോടെ തന്നെ ഇനി ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വണ്ടി വേറൊരു കളർ സ്കീമിലാക്കി നമ്മൾ ഇറക്കും അല്ലേ? പൊളിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ വീഡിയോ ഒന്നും നല്ല ക്ലിയർ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അവിടെ എവിടെയായിട്ട് ടൈമില്ലായിരുന്നു. അതാണ് മെയിനായിട്ട് കാരണം. ഇത് ഇത്രയും ഞാൻ ഷോർട്ട് വീഡിയോ പോലെ എടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ആഡ് ആക്കിയതാണ്. അപ്പോൾ ഒരു ഫുൾ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് അങ്ങോട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ അടുപ്പിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ബാക്കി വീഡിയോസ് എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ തമിഴ്നാട് കേരള ബോർഡർ എത്താറായി ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അതാ കേരളമാണ്. അവിടെ വെൽക്കം ടു കേരള എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്ററൂടെ പോകാനുണ്ട്. അപ്പോൾ വേറെ വീഡിയോസൊക്കെ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.